ഒരു സൈക്കോ ആണ്. അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോഹൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്പൊ അയ്യപ്പൻ കോഴി, ഡ്രൈവിംഗ് ലൈസൻസ്, മഹേഷിന്റെ ഒരു വികാരം, അത്തരത്തിലൊരു ചിത്രമാണോ ഈ ഗുരുവായൂർ? അല്ല, ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടേത്. പക്ഷെ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില്. വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പമുള്ള കക്ഷിയാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവം ഒരു സൈക്കോ ആണ്. അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോഹൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ഈ